ഹായ് ഫ്രണ്ട്സ്, റൊമാൻസ് ഇൻ ദി ഹൗസിന്റെ 5ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ മിറയുടെ അച്ഛന്റെ അമ്മയുടെ വിവാഹ സീനാണ് കാണിക്കുന്നത്. തന്നോടൊന്നും പറയാനില്ലേ? ഈ അവസ്ഥയിലായതുകൊണ്ട് കല്യാണത്തിന്റെ ചടങ്ങുകൾ പോലും ശരിക്കും നടന്നിട്ടില്ല എന്ന് മിറയുടെ അമ്മ പറയുന്നു. മിറയുടെ അമ്മ പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് വിവാഹം നടന്നത്. തന്റെ മുടി നരയ്ക്കുന്നത് വരെ നമ്മൾ ഒരുമിച്ചായിരിക്കുമെന്ന് മിറയുടെ അച്ഛൻ വാക്കു പറയുന്നു. അമ്മ ഹാപ്പി ആവുന്നു. രണ്ടുപേരും വിവാഹ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു. പിന്നീട് പ്രസന്റ് സീനാണ് കാണിക്കുന്നത്. ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായ സുന്ദരി ആന്റി ജിന്നിന്റെ അടുത്തേക്ക് വരുന്നു. അവർ രണ്ടുപേരും സുന്ദരി ആന്റിയുടെ വീട്ടിലെത്തുന്നു. നിങ്ങൾ തന്ന പൈസയുടെ 4 വർഷത്തെ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വരുമെന്ന് പറഞ്ഞ് സുന്ദരി ആന്റി ജിന്നിന് പൈസ കൊടുക്കുന്നു. എന്നാൽ തനിക്കിത് വേണ്ട എന്നും താൻ ഇത് ചോദിച്ചോ എന്നും സുന്ദരി ആന്റിയോട് ജിൻ തിരക്കുന്നു. കുറേ വന്നതിന് ശേഷം തന്റെ കുഞ്ഞിനെ നഷ്ടമായെന്ന് സുന്ദരി ആന്റി ജിന്നിനോട് പറയുന്നു. ജിൻ ഒരു മറുപടി പറയാതെ അവിടെ നിന്ന് പോകുന്നു. ജിന്നും സുന്ദരി ആന്റിയും തായ്ലൻഡിലുണ്ടായിരുന്നു. ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നില്ല. രണ്ടുപേർക്കും പരസ്പരം അറിയാം. വേറൊന്നും ഇപ്പോ പറയുന്നില്ല. പിന്നീട് നമ്മൾ മിറയെയും അമ്മയുമാണ് കാണുന്നത്. എന്തിനാണ് ഫ്രിഡ്ജ് റിട്ടേൺ ചെയ്തതെന്ന് മിറ ചോദിക്കുന്നു. പഴയ ഫ്രിഡ്ജിന് ഒരു കുഴപ്പവും ഇല്ല എന്നും എനിക്ക് ഇത്രയും പൈസ ഉണ്ടെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ബാഗോ അല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ അമ്മ പറയുന്നു. നിന്റെ മുഖം ചുക്കി ചുളുങ്ങാൻ തുടങ്ങി. അപ്പൊ നീ എന്തെങ്കിലും മുഖത്തിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറയുന്നു. ജിൻ കൊടുത്ത ഗിഫ്റ്റ് എവിടെയെന്ന് മിറ ചോദിക്കുന്നു. അത് ഞാൻ റിട്ടേൺ അയച്ചു എന്ന് അമ്മ പറയുന്നു. അപ്പോഴാണ് മിറയ്ക്ക് ഒരു സമാധാനമായത്. മിറ ജോലിക്ക് പോകുന്നു. ലിഫ്റ്റിൽ വെച്ച് ജയും മിറയും കണ്ടുമുട്ടുന്നു. പനിയൊന്നും പിടിച്ചില്ലല്ലോ എന്ന് ജയ് മിറയോട് തിരക്കുന്നു. മഴ നനഞ്ഞിരുന്ന മിറയ്ക്ക് കുട കൊണ്ട് കൊടുത്തത് ജയ് അല്ലായിരുന്നു. അങ്ങനെ മഴ നനഞ്ഞവർക്ക് പനി പിടിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ജയ് തിരക്കിയത്. എന്നാൽ തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മിറ പറയുന്നു. ജയയുടെ ഫ്ലോറിൽ ഇറങ്ങുന്നു. ജയ് ഇറങ്ങിയതിനു ശേഷം മിറ ഒന്ന് ചിരിക്കുന്നു. മിറയുടെ ഉള്ളിൽ ജയയോട് എന്തോ ഒരു അടുപ്പം വന്നു തുടങ്ങി. പിന്നീട് നമ്മൾ കാണുന്നത് ജിന്നിനെയും അമ്മയുമാണ്. ജിൻ എക്സ്പെൻസീവ് ആയ ഒരു ബൈക്ക് എടുത്ത് മിറയുടെ അമ്മയെ കാണാൻ വരുന്നു. ഇത്രയ്ക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബൈക്ക് മേടിക്കുന്നതിന് പകരം തനിക്കൊരു കാർ മേടിച്ചാൽ പോരായിരുന്നു എന്ന് അമ്മ തിരക്കുന്നു. എന്നാൽ ഇത് എക്സ്പെൻസീവ് അല്ല എന്നും സെക്കൻഡ് ഹാൻഡ് ആണെന്നും മിറയുടെ അച്ഛൻ മറുപടി പറയുന്നു. നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ജിൻ തിരക്കുന്നു. അമ്മ അതിന് സമ്മതിക്കുന്നു. അവർ രണ്ടുപേരും ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. 3 മാസത്തെ മെയിന്റനൻസ് ഫീ കുറയ്ക്കുന്നു. എക്സ്പെൻസീവ് ആയിട്ടുള്ള ബൈക്ക് മേടിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൈസ ചെലവാക്കുന്നതെന്ന് മിറയുടെ അമ്മ അച്ഛനോട് തിരക്കുന്നു. നിങ്ങൾ ഇങ്ങനെ പോയാൽ പിന്നെയും കടം മേടിച്ചു കൂട്ടുമെന്ന് മിറയുടെ അമ്മ പറയുന്നു. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് നീ അതൊക്കെ നോക്കിയാൽ മതിയെന്ന് ജിൻ അമ്മയോട് പറയുന്നു. ഞാൻ എന്തിനാ നോക്കുന്നതെന്ന് മിറയുടെ അമ്മ ജിന്നിനോട് തിരക്കുന്നു. കാരണം എന്റെ ലൈഫിൽ ഒരേ ഒരു പെണ്ണ് നീയായിരുന്നു. അപ്പോൾ നീയാണ് ഇതെല്ലാം നോക്കേണ്ടതെന്ന് ജിൻ മിറയുടെ അമ്മയോട് പറയുന്നു. നിങ്ങൾ പുതിയ ആരെങ്കിലും ഡേറ്റ് ചെയ്യണം. പാസ്റ്റ് ഒക്കെ മറന്ന് നിങ്ങൾ മൂവ് ഓൺ ആവണം. നമ്മൾ ഡൈവോഴ്സ് ആയവരാണ്. നമുക്ക് ഇനിയും തുടർന്ന് ജീവിക്കാൻ സാധിക്കില്ല എന്ന് മിറയുടെ അമ്മ പറയുന്നു. എന്നാൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ എന്ന് ജിൻ തിരക്കുന്നു. പറ്റില്ല എന്നും കുറെ ദിവസം കൊണ്ട് നിങ്ങൾ മിറയെ ശല്യം ചെയ്യുന്നു. ഇങ്ങനെ മിറയെ ശല്യം ചെയ്യുവാണെങ്കിൽ എനിക്ക് വില്ലേ താമസിക്കാൻ പറ്റില്ല എന്നും നമ്മൾ പേരൻസ് ആണ്, അതെപ്പോഴും ഓർമ്മ വേണം. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. എന്റെ ഫാമിലി എന്ന് പറയുന്നത് ഞാൻ, മിറയുടെ സഹോദരൻ, ഞങ്ങൾ 3 പേരും മാത്രമാണ്. അതിൽ മറ്റൊരാൾക്കും സ്ഥാനമില്ല എന്ന് പറഞ്ഞ് മിറയുടെ അമ്മ ജിന്നിനെ റിജക്ട് ചെയ്യുന്നു. നീ ഒരു ദുഷ്ടിയാണെന്നും പറഞ്ഞ് ജിൻ അവിടുന്ന് ദേഷ്യപ്പെട്ടു പോകുന്നു. അടുത്തതായി നമ്മൾ കാണുന്നത് ടാക്സ് അക്കൗണ്ടന്റിനെയാണ്. ടാക്സ് അക്കൗണ്ടന്റ് ജിന്നിനെ വിളിക്കാൻ ശ്രമിക്കുന്നു. മിറയുടെ അമ്മ ജിന്നിനോട് എന്തെങ്കിലും പറഞ്ഞോ എന്നോർത്ത് ടാക്സ് അക്കൗണ്ടന്റ് പേടിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വീക്കെൻഡ് ആഘോഷിക്കാനായി മിറയും അമ്മയും പുറത്തേക്ക് വന്നതാണ്. അച്ഛനുമായിട്ടുള്ള ബന്ധം നിർത്താൻ ഞാനല്ലായിരുന്നു അമ്മയെ നിർബന്ധിച്ചത്. അങ്ങനെ നീ കാരണമാണ് ഞാൻ ഡൈവോഴ്സ് ആയതെങ്കിൽ നിന്നോട് ഞാൻ നന്ദി പറയുന്നു എന്ന് മിറയുടെ അമ്മ പറയുന്നു. നമുക്ക് ഇങ്ങനെയുള്ള ഒരു നോർമൽ ലൈഫ് മതിയെന്നും അതിന് കാരണം നീയാണെന്നും മിറയുടെ അമ്മ പറയുന്നു. വീക്കെൻഡ് ആയിട്ടും മിറ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രിയിലാണ് മിറ തിരിച്ചു വരുന്നത്. ഈ സ്ട്രെസ് മാറണമെങ്കിൽ താനൊരു 3 ബോർഡൂടെ പൊട്ടിക്കണമെന്ന് മിറ ജയുടെ കരാട്ടെ ക്ലാസിന്റെ മുന്നിൽ നിന്ന് പറയുന്നു. മിറ കുറെ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നു. കറക്റ്റ് ആയിട്ട് ഇത് ജയ കാണുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലേക്ക് നടക്കുന്നു. തന്റെ വീടും ഇതുവഴിയാണോ എന്ന് മിറ തിരക്കുന്നു. എന്നാൽ ഇതുവഴിയല്ലെന്നും ഓപ്പോസിറ്റ് വഴിയാണെന്നും ജയ പറയുന്നു. പിന്നീട് എന്തിനാണ് തന്റെ കൂടെ വരുന്നതെന്ന് മിറ തിരക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സ്ത്രീയുടെ നേരെ ആക്രമണം ഉണ്ടായി എന്ന് ജയ പറയുന്നു. മിറയുടെ അമ്മയെ കുറിച്ചായിരുന്നു ജയ പറഞ്ഞത്. എന്നാൽ അത് മിറയുടെ അമ്മയാണെന്ന് ജയ്ക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ആ ആക്രമിയെ 3 സ്ത്രീകൾ ചേർന്ന് അടിച്ച് പോലീസ് സ്റ്റേഷനിലാക്കി എന്ന് മിറ പറയുന്നു. തനിക്ക് കുഴപ്പമില്ല, താൻ ഒറ്റയ്ക്ക് നടന്നോളാം എന്ന് മിറ പറയുന്നു. ഇത് കേട്ടപാടെ ജയ അവിടെ നിന്ന് പോകുന്നു. മിറ അതൊട്ടും പ്രതീക്ഷിച്ചില്ല. ജയ വിട്ടുപോയതിൽ തനിക്ക് വിഷമമുണ്ടെന്ന് മിറ ഓർക്കുന്നു. അപ്പോൾ തന്നെ ജയ അവിടേക്ക് വരുന്നു. ഞാൻ അങ്ങനെ നിന്നെ തനിച്ചാക്കില്ല എന്ന് ജയ പറയുന്നു. ഇത് വളരെ ഡേഞ്ചർ ആണെന്ന് മിറ ഓർക്കുന്നു. നീ എന്തിനാണ് കഴിഞ്ഞ ദിവസം കോട എനിക്ക് കൊണ്ട് തന്നത്? വെള്ളപ്പൊക്കത്തിൽ ഞാൻ ഒലിച്ചു പോയാലും നീ നിന്റെ കാര്യം നോക്കി പൊക്കോണം. എന്റെ കാര്യത്തിൽ ഓവറായി കെയർ ചെയ്യാൻ വരണ്ട. നീ നിന്റെ വീട്ടിലേക്ക് പൊക്കോ എന്നും പറഞ്ഞ് മിറ അവിടെ നിന്ന് പോകുന്നു. ജയുമായിട്ട് മിറ ഒരു റിലേഷനിലാവുമോ എന്നോർത്ത് മിറയ്ക്ക് നല്ല പേടിയുണ്ട്. അവളുടെ അച്ഛന്റെ അമ്മയുടെയും റിലേഷനും എക്സ് ബോയ് ഫ്രണ്ടുമായിട്ടുള്ള മിറയുടെ റിലേഷനും ഒന്നും നല്ല രീതിയിലല്ലായിരുന്നല്ലോ. ഇനി ജയായിട്ടും ഒരു റിലേഷൻ തുടങ്ങിയാൽ അതും നല്ല രീതിയിൽ പോവില്ല എന്ന് പേടിച്ചിട്ടാണ് മിറ അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നീട് നമ്മൾ കാണുന്നത് സുന്ദരി ആന്റിയെയാണ്.
ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായ സുന്ദരി ആന്റിയെ മിറയുടെ അമ്മ സുന്ദരി ആന്റിയുടെ റൂമിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോഴാണ് നിലത്ത് നിന്ന് മിറയുടെ അമ്മയ്ക്ക് ഒരു ഫോട്ടോ കിട്ടുന്നത്. അത് ജിന്നും സുന്ദരി ആന്റിയും ഒരുമിച്ച് നിന്നിരുന്ന ഫോട്ടോയായിരുന്നു. അത് കണ്ട് മിറയുടെ അമ്മ ഞെട്ടുന്നു. സുന്ദരി ആന്റിയും ജിന്നും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നോർത്ത് അമ്മ പേടിക്കുന്നു. പിന്നീട് നമ്മൾ ജിന്നിനെയാണ് കാണുന്നത്. അമ്മ റിജക്ട് ചെയ്തതിന്റെ സങ്കടത്തിലാണ് ജിൻ. എന്നാൽ സുന്ദരി ആന്റിയും ജിന്നും തമ്മിലുള്ള ഫോട്ടോ കണ്ടതിന് ശേഷം വിയേർഡായിട്ടാണ് അമ്മ പെരുമാറുന്നത്. മുട്ട വെച്ച് മാത്രം ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കുന്നു. രാത്രിയിൽ ചൂടാണെന്നും പറഞ്ഞ് പ്രേതത്തെ പോലെ ഫാനിന്റെ അടുത്ത് പോയിരിക്കുന്നു. ഇതെല്ലാം സ്ട്രേഞ്ച് ആയിട്ട് മിറയ്ക്ക് തോന്നുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സിഇഒനെയാണ്. ഈ വർഷത്തെ സെയിൽസ് കുറഞ്ഞെന്നും പറഞ്ഞ് സിഇഒ എല്ലാരെയും വഴക്ക് പറയുന്നു. അപ്പോഴാണ് സിഇഒന് ഒരു കോള് വരുന്നത്. ആരോ വിളിച്ച് സിഇഒനോട് ദേഷ്യപ്പെടുന്നു. ഇന്നു മുതൽ സാധനങ്ങളൊന്നും നിങ്ങളുടെ കമ്പനിയിലേക്ക് അയക്കില്ല. സിഇഒ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ ആ കോൾ കട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ മിറയുടെ സീനിയർ മിറയുടെ അടുത്ത് ഓടി വന്ന് നമ്മുടെ സ്റ്റോൾ പൂട്ടാൻ പോവാണ്, അടുത്ത് തന്നെ പുതിയ സ്റ്റോൾ തുടങ്ങുമെന്നും സീനിയർ പറയുന്നു. സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളോട് താൻ നേരിട്ട് പോയി സംസാരിക്കാമെന്നും മിറ പറയുന്നു. അവർക്ക് സപ്ലൈ ചെയ്യുന്നത് ഒരു ഓൾഡ് വുമൺ ആണ്. ആ ഓൾഡ് വുമൺ ഭയങ്കര ദേഷ്യക്കാരിയാണെന്ന് സീനിയർ പറയുന്നു. എന്നാൽ വേണ്ടി വന്നാൽ ഞാൻ അവരുടെ കാല് പിടിക്കും എന്ന് മിറ പറഞ്ഞ് അവിടെ നിന്ന് പോയി. ജയ് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. മിറ ഓടി കാറി കയറിയപ്പോഴേക്കും ജയും അവളുടെ പുറകിന് ഓടി വന്നു. എനിക്ക് അവരെ അറിയാമെന്നും ഒരിക്കൽ അവർ അപ്സെറ്റ് ആയാൽ പിന്നെ അവരെ ശരിയാക്കുന്നത് പാടാണെന്നും എന്നാൽ തനിക്കത് എളുപ്പമാണെന്നും പറഞ്ഞ് ജയ് മിറയുടെ കൂടെ പോകുന്നു. പിന്നീട് നമ്മൾ മിറയുടെ അമ്മയാണ് കാണുന്നത്. മിറയുടെ അമ്മ പഴയ കാര്യങ്ങൾ ഓർക്കുന്നു. സുന്ദരി ആന്റി പുതിയതായി ആ വില്ലയിൽ താമസിക്കാൻ വന്നതിന് ശേഷം മിക്ക ദിവസവും ഡ്രിങ്ക്സ് അടിച്ച് പുറത്തു കിടക്കുന്നത് മിറയും അമ്മയും കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം സുന്ദരി ആന്റിയോട് സംസാരിക്കാനായി മിറയുടെ അമ്മ സുന്ദരി ആന്റിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. കുഞ്ഞ് നഷ്ടപ്പെട്ടത് നിന്റെ തെറ്റല്ല, അതിന്റെ പേരും പറഞ്ഞ് നീ ഡ്രിങ്ക്സ് അടിച്ച് നശിക്കരുതെന്ന് മിറയുടെ അമ്മ സുന്ദരി ആന്റിയോട് പറയുന്നു. സുന്ദരി ആന്റി മിറയുടെ അമ്മ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതൊക്കെ മിറയുടെ അമ്മ ഇപ്പോൾ ഓർത്തെടുക്കുന്നു. മിറ നേരെ സുന്ദരി ആന്റിയുടെ കടയിലേക്ക് പോകുന്നു. ജിന്നു സുന്ദരി ആന്റിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് അറിയാനായിരുന്നു മിറയുടെ അമ്മ സുന്ദരി ആന്റിയെ കാണാൻ പോയത്. നീ കുറച്ചു നാള് തൈലൻഡിലല്ലായിരുന്നു എന്ന് മിറയുടെ അമ്മ സുന്ദരി ആന്റിയോട് ചോദിക്കുന്നു. അതേ എന്നും എന്താണെന്നും സുന്ദരി ആന്റി തിരക്കുന്നു. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും മിറയുടെ അമ്മ ചോദിക്കുന്നു. അവിടേക്ക് ട്രിപ്പ് പോവാനാണോ? അടിപൊളി സ്ഥലമാണ്. മിറയുടെ സഹോദരനെയും മെഡലിനെയും താൻ നോക്കിക്കോളാം. മിറയുടെ അമ്മയും മിറയും കൂടെ ട്രിപ്പ് പോവാൻ സുന്ദരി ആന്റി പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മിറയെയാണ്. മിറ ഓൾഡ് വുമന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ മിറ പറയുന്നത് എന്താണെന്ന് പോലും അവർ ശ്രദ്ധിക്കുന്നില്ല. മിറ മുട്ടുകുത്തിയിരുന്ന് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. സാധനങ്ങൾ തരാതിരിക്കരുത്, ഞങ്ങളുടെ സ്റ്റോൾ പൂട്ടും, ഞങ്ങളുടെ ഒരുപാട് പേരുടെ ജോലി നഷ്ടമാവും എന്നൊക്കെ മിറ പറഞ്ഞു. നീ ഇങ്ങനെ മുട്ടുകുത്തിയിരുന്നു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, എന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. നിങ്ങളുടെ സിഇഒ നേരിട്ട് വന്ന് പറഞ്ഞാൽ പോലും തന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും കാണില്ല. മുട്ടുകുത്തിയിരുന്നു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഇവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞ് ഓൾഡ് വുമൺ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും ജെ ഗ്രാൻഡ്മ എന്നും പറഞ്ഞ് ഓൾഡ് വുമന്റെ അടുത്തേക്ക് വരുന്നു. അതായത് ഈ ഓൾഡ് വുമൺ ജെയുടെ ഗ്രാൻഡ്മയാണ്. ഗ്രാൻഡ്മ അപ്സെറ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഗ്രാൻഡ്മേനെ കാണാൻ വന്നതെന്ന് ജെ പറഞ്ഞു. അതേന്നും ജെ പ്ലസുമായിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റും താൻ നിർത്താൻ പോവാണെന്നും ഗ്രാൻഡ്മ ജയനോട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ജെ ഗ്രാൻഡ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് എടുത്ത് ഗ്രാൻഡ്മയ്ക്ക് കൊടുക്കുന്നു. മിറയോടും കൊടുക്കാൻ പറഞ്ഞ് ആക്ഷൻ കാണിക്കുന്നു. മിറയും പെട്ടെന്ന് തന്നെ ആ സ്നാക്ക് എടുത്ത് ഗ്രാൻഡ്മയ്ക്ക് കൊടുക്കുന്നു. ഗ്രാൻഡ്മ അവരോട് സംസാരിക്കാൻ തയ്യാറായി. താൻ 2 വർഷം മുന്നേ ഒരു കമ്പനിക്ക് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയം താൻ പറയുന്നത് പോലെ അവർ പ്രൊമോഷൻ ചെയ്തില്ല. തന്റെ ജോലിക്കാരായ മുങ്ങൽ വിദഗ്ധരുടെ കഷ്ടപ്പാട് പ്രൊമോട്ട് ചെയ്യണമെന്ന് താൻ ആ കമ്പനിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ കമ്പനി അത് നിരസിച്ചു. അതുകൊണ്ട് താൻ ആ കമ്പനിയുമായിട്ടുള്ള എല്ലാ സെയിൽസും നിർത്തി. അതുപോലെയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ കമ്പനിയിലേക്ക് ഇനി സെയിൽസ് നടത്തില്ല എന്ന് ഗ്രാൻഡ്മ പറയുന്നു. വെബ്സൈറ്റ് വഴിയും സോഷ്യൽ മീഡിയ വഴിയും താൻ അത് പ്രൊമോട്ട് ചെയ്യാമെന്ന് മിറ പറയുന്നു. നിങ്ങളെ എങ്ങനെ ഞാൻ വിശ്വസിക്കും? നിങ്ങൾക്ക് ഒരുപാട് ചാൻസ് തന്നെയല്ലേ എന്ന് ഗ്രാൻഡ്മ തിരക്കുന്നു. എന്നെ വിശ്വസിക്കാം, എനിക്കതിന് സാധിച്ചില്ലെങ്കിൽ ഇവിടെ ഒരു മുങ്ങൽ വിദഗ്ധയായി താൻ ജോലി നോക്കിക്കോളാമെന്ന് മിറ പറയുന്നു. ജയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ നടക്കുന്നതെന്നും ജയ് പറയുന്നു. ഗ്രാൻഡ്മ അതിനെല്ലാം സമ്മതിച്ചു. രണ്ടുപേരും നല്ല ഹാപ്പിയായി. അങ്ങനെ അവര് രണ്ടുപേരും ബീച്ചിലേക്ക് പോയി. ജയ് അവന്റെ കോട്ട് മിറയ്ക്ക് നൽകി. നീ ആദ്യമായിട്ടാണോ ബീച്ചിലേക്ക് വരുന്നതെന്ന് ജയ് ചോദിച്ചു. അല്ല, താൻ ഒരുപാട് തവണ ബിസിനസ് ട്രിപ്പിന്റെ ഒക്കെ ആവശ്യത്തിനായി ബീച്ചിൽ വന്നിട്ടുണ്ട്, എന്നാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നേരം ഇവിടെ നിൽക്കുന്നതെന്ന് മിറ പറയുന്നു. ബീച്ചിൽ വന്ന് നീ ഇത് ചെയ്യണമെന്ന് ജയ് പറയുന്നു. ഇതേപോലെ ചെയ്യാൻ ജെ മിറയോട് പറയുന്നു. അതേപോലെ മറ്റൊരാൾ ശബ്ദം ഉണ്ടാക്കുന്നത് അവർ കേട്ടു. അത് വേറെ ആരും അല്ലായിരുന്നു, ജിന്നായിരുന്നു. ആരോടും പറയാതെ അങ്ങ് പോയാൽ മതിയായിരുന്നു. എന്തിനാ ഞാൻ തിരിച്ചു വന്നത് എന്നൊക്കെ ചോദിച്ചു ജിൻ വിഷമിക്കുന്നു. അമ്മ റിജക്ട് ചെയ്തതിന്റെ വിഷമമാണ് ജിന്നിന്. ജിൻ അവരെ കണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. താൻ കാറിൽ കാണുമെന്ന് പറഞ്ഞ് ജെ അവിടെ നിന്ന് പോയി. നിങ്ങൾ രണ്ടും എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ജിൻ തിരക്കി. എന്നാൽ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് മിറ ചോദിച്ചു. എന്റെ ഹൃദയം ഒന്ന് ശാന്തമാക്കാൻ, അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമെന്ന് ജിൻ പറയുന്നു. നിങ്ങൾ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സമാധാനം എന്ന് മിറ പറയുന്നു.
കുറച്ച് താമസിച്ചായാലും നിന്റെ മേലെയുള്ള ഭാരം കുറയ്ക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും നീ സുരക്ഷിതമായി പോവൂ എന്ന് പറഞ്ഞ് ജിൻ അവിടെ നിന്ന് പോയി. ജിൻ ജയെ കണ്ട് സംസാരിക്കുന്നു. ഇത് വർക്കാവും തോന്നുന്നില്ല. അല്ലെങ്കിലേ മിറയുടെ അമ്മ അത്ലറ്റിനെ കൊണ്ട് തോറ്റിരിക്കുകയാണെന്ന് ജിൻ പറയുന്നു. ജിന്നിന്റെ കാര്യമാണ് പറഞ്ഞത്. മിറയുമായിട്ട് ഒരു റിലേഷൻ ജയ്ക്ക് നടക്കില്ല എന്നാണ് ജിൻ ഉദ്ദേശിച്ചത്. പിന്നീട് നമ്മൾ കാണുന്നത് റെസ്റ്റോറന്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന മിറയെയും കൂട്ടുകാരിയുമാണ്. ആ സമയം മിറ പുറത്തേക്ക് നോക്കുമ്പോൾ സഹോദരനെ കാണുന്നു. സ്കൂളിൽ പോവാണെന്നും പറഞ്ഞിറങ്ങിയ ചെക്കനായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ആരോട് സംസാരിച്ച് നിൽക്കുന്നു. അത് മിറയുടെ സഹോദരന്റെ കൂട്ടുകാരനായിരുന്നു. എങ്ങനെയാണ് പ്രസന്റേഷൻ നടത്തിയത്? എനിക്ക് എന്റെ അച്ഛന്റെ മുന്നിൽ ഒരു പ്രസന്റേഷൻ നടത്തണം. അതിനെന്തെങ്കിലും ടിപ്പ് തരാൻ മിറയുടെ സഹോദരൻ കൂട്ടുകാരനോട് തിരക്കുന്നു. എന്നാൽ ആ സമയം തന്നെ മിറ സഹോദരനെ കോൾ ചെയ്യുന്നു. ഞാൻ ഈ കോളൊന്ന് എടുക്കട്ടെ, അല്ലെങ്കിൽ അവൾ എന്നെ കൊല്ലുമെന്ന് സഹോദരൻ പറഞ്ഞ കോൾ എടുക്കുന്നു. നീ എവിടെയാണെന്ന് മിറ തിരക്കി. ഞാൻ സ്കൂളിലുണ്ട്. ഈ ആഴ്ച എക്സാം ആണെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? എനിക്കിപ്പോ എക്സാം ഉണ്ടെന്ന് മിറയുടെ സഹോദരൻ കള്ളം പറയുന്നു. ഇതാണോ നിന്റെ സ്കൂളെന്ന് മിറ തിരക്കുന്നു. നീ എന്താ ഈ പറയുന്നതെന്നും പറഞ്ഞ് മിറയുടെ സഹോദരൻ ചുറ്റും നോക്കുന്നു. അപ്പോഴാണ് റെസ്റ്റോറന്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന മിറയുടെ സഹോദരൻ കാണുന്നത്. ഞാൻ സക്സസ് ആയി കഴിഞ്ഞാൽ നിനക്ക് തരാനുള്ള പൈസ എല്ലാം തരാമെന്ന് മിറയുടെ സഹോദരൻ പറയുന്നു. നീ എന്താ പറയുന്നത്? നീ എന്തേ കാണിക്കാൻ പോകുന്നതെന്ന് മിറ ചോദിക്കുന്നു. എന്നാൽ അതിനൊരു മറുപടി പറയാതെ മിറയുടെ സഹോദരൻ ഫ്രണ്ടിന്റെ കഫേയിലേക്ക് പോയി. മിറ റെസ്റ്റോറന്റിൽ നിന്നിറങ്ങി നേരെ കഫേക്കകത്ത് കയറി കൂട്ടുകാരനോട് സഹോദരൻ എവിടെയെന്ന് തിരക്കി. എന്നാൽ തനിക്കറിയില്ല എന്ന് പറഞ്ഞ കൂട്ടുകാരൻ കണ്ണുകൊണ്ട് ടേബിളിന്റെ അടിയിലുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. മിറ സഹോദരനെ തൂക്കിയെടുത്തുകൊണ്ടുപോയി. നീ എന്താ ചെയ്തത്? നീ എന്തിനാണ് ഇന്ന് സ്കൂൾ കട്ട് ചെയ്തതെന്നും മിറ സഹോദരനോട് ചോദിച്ചു. താൻ തന്റെ സീനിയേഴ്സിനോട് സംസാരിക്കുകയാണ് ബിസിനസിനെ കുറിച്ച് എന്നൊക്കെ സഹോദരൻ പറയുന്നു. ക്ലാസ് കട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്തിനാണ് മിറ ചോദിച്ചു. എനിക്ക് പഠിച്ച് രക്ഷപ്പെടാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് കട്ട് ചെയ്തതെന്ന് സഹോദരൻ മിറയോട് പറയുന്നു. അപ്പോൾ നീ ട്യൂഷനും കട്ട് ചെയ്തോ എന്ന് മിറ ചോദിക്കുന്നു. അതെ, പക്ഷെ നീ വിഷമിക്കണ്ട. നീ ചെലവാക്കിയതിന്റെ 10 മടങ്ങ് ഞാൻ നിനക്ക് തിരിച്ചു തരുമെന്നും അച്ഛന്റെ ഇൻവെസ്റ്റ്മെന്റിൽ ഞാനൊരു ബിസിനസ് തുടങ്ങും. അപ്പോൾ ഞാൻ നിനക്ക് തിരിച്ചു തരാമെന്ന് മിറയുടെ സഹോദരൻ പറഞ്ഞു. നീ എന്താ ഈ ചെയ്തത്? നീ 2 സെമസ്റ്ററാണോ ഉഴപ്പിയത്? ഇങ്ങനൊരു മകൻ ഉണ്ടായതിന് അമ്മ ഇനി വിഷമിക്കേ ചെയ്യുള്ളൂ. ഇങ്ങനൊക്കെ പറഞ്ഞ് മിറ ദേഷ്യപ്പെടുന്നു. എന്നാൽ ഞാൻ ബിസിനസ് തുടങ്ങുമെന്നും അച്ഛൻ തന്നെ ഹെൽപ്പ് ചെയ്യുമെന്നും മിറയുടെ സഹോദരൻ പറയുന്നു. മിറയും ജിന്നും കൊച്ചു പയ്യന്റെ കടയിൽ സംസാരിക്കാൻ എത്തി. എന്നാൽ ആ സമയം മിറയുടെ അമ്മ ജിന്നിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി. ജിന്നിന്റെ അപ്പാർട്ട്മെന്റിൽ ജിൻ ഉണ്ടോ എന്ന് നോക്കി. അതിനുശേഷം സുന്ദരി ആന്റിയുടെ അപ്പാർട്ട്മെന്റിൽ സുന്ദരി ആന്റി ഉണ്ടോ എന്ന് തിരക്കി. അവർ രണ്ടുപേരും ഒരുമിച്ചാണോ എന്നറിയാനായിരുന്നു മിറയുടെ അമ്മ അങ്ങനെ ചെയ്തത്. മിറയുടെ അമ്മ അവിടെ നിന്നിറങ്ങി സുന്ദരി ആന്റിയുടെ പാർലറിലേക്ക് ചെന്നു. എന്നാൽ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും എവിടെ പോയെന്നറിയാതെ മിറയുടെ അമ്മ അവരെ രണ്ടുപേരും തിരക്കി നടക്കുന്നു. ആ സമയം മിറയും ജിന്നും കൊച്ചുപയ്യന്റെ കടയിൽ ഇരുന്ന് സംസാരിക്കുന്നു. നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? തന്റെ സഹോദരൻ ഇപ്പോൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് മിറ പറയുന്നു. എന്താണ് കാരണമെന്ന് ജിൻ തിരക്കി. അവനിപ്പോ ബിസിനസ് തുടങ്ങണം, അത് നിങ്ങളുടെ പൈസയ്ക്കെന്ന് മിറ മറുപടി പറയുന്നു. അവന് സ്കൂൾ കഴിഞ്ഞ് ഒരുപാട് സമയം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ജിൻ പറയുന്നു. അതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ച് മിറ ദേഷ്യപ്പെടുന്നു. എന്നാൽ ജിൻ ഒന്നും പറയാതെ ഒരു പേപ്പർ എടുത്ത് മിറയ്ക്ക് കൊടുത്തു. അത് വില്ലയുടെ ഓണർഷിപ്പ് മാറ്റിയതിന്റെ ഡോക്യുമെന്റ്സ് ആയിരുന്നു. താൻ ബെറ്റിൽ തോറ്റു, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കൂ, പെട്ടെന്ന് തന്നെ താൻ ഇവിടെ നിന്ന് മാറിക്കോളാമെന്ന് മിറയുടെ അച്ഛൻ പറഞ്ഞു. ഇത്രയൊക്കെ കാണിച്ചു വെച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മിറ തിരക്കി. മിറ ദേഷ്യത്തിൽ ആ ഡോക്യുമെന്റ്സ് എല്ലാം ചുരുട്ടിക്കൂട്ടി. ഇതൊന്നും ശരിയാക്കാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കില്ല. നിങ്ങൾ ഒരു പേരന്റ് ആണ്, അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കാണിക്കുക എന്ന് മിറ പറഞ്ഞു. ഇതാണോ നിനക്ക് എന്നിൽ നിന്ന് വേണ്ടതെന്ന് മിറയുടെ അച്ഛൻ തിരക്കി. അതേന്ന് പറഞ്ഞ് മിറ തിരിഞ്ഞതും അമ്മ ഷോപ്പിലേക്ക് വരുന്നത് മിറ കാണുന്നു. അമ്മ വരുന്നെന്നും പറഞ്ഞ് ജിന്നും മിറയും പെട്ടെന്ന് ഒളിച്ചിരിക്കുന്നു. എന്തിനാണ് ഒളിച്ചതെന്ന് ജിൻ ചോദിച്ചു. അമ്മയുടെ പേരിൽ ബെറ്റ് വെച്ച കാര്യം അമ്മ അറിയില്ലേ എന്ന് മിറ പറയുന്നു. അതെ, അവൾ അറിഞ്ഞ് അവൾ നമ്മളെ രണ്ടുപേരെയും കൊല്ലും എന്ന് ജിൻ പറയുന്നു. അങ്ങനെ അവർ പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ മിറയുടെ അമ്മ പുറത്തു തന്നെ നിപ്പുണ്ടായിരുന്നു. നിങ്ങൾ അകത്ത് അതുകൂടെ ആയിരുന്നു എന്ന് മിറയുടെ അമ്മ ചോദിച്ചു. എന്നാൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നും ജിൻ മറുപടി നൽകി. നിങ്ങൾ എന്തിനാണ് എന്നോട് കള്ളം പറയുന്നതെന്നും പറഞ്ഞ് മിറയുടെ അമ്മ അകത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ ജിൻ അതിനെ സമ്മതിക്കുന്നില്ല. ജിൻ പെട്ടെന്ന് തന്നെ മിറയുടെ അമ്മയെടുത്ത് കുറച്ച് മാറി കൊണ്ടു നിർത്തി സംസാരിക്കുന്നു. നിനക്ക് എന്താണ് അറിയേണ്ടതെന്ന് ജിൻ തിരക്കി. നിങ്ങൾ തായ്ലൻഡിൽ വെച്ച് എന്താ ചെയ്തത്? നിങ്ങളാണോ സുന്ദരി ആന്റിയെ ഉപദ്രവിച്ച് പ്രഗ്നന്റ് ആക്കിയ ആൾ എന്നൊക്കെ ചോദിച്ച് മിറയുടെ അമ്മ കരയുന്നു. നിനക്കെന്താ ജലസാണോ എന്ന് ജിൻ തിരക്കി. ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ പറഞ്ഞ് മിറയുടെ അമ്മ ദേഷ്യപ്പെട്ടു. എന്നാൽ താനല്ല എന്നും പറഞ്ഞ് ജിൻ ചിരിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോഴും മിറയുടെ അമ്മ തന്നെ കെയർ ചെയ്യുന്നുണ്ടെന്ന് ജിന്നിന് മനസ്സിലായി. എന്നാൽ മിറയുടെ അമ്മയ്ക്ക് ദേഷ്യം വന്ന് ജിന്നിന്റെ പുറകിന് വന്ന് ഒരു മുട്ടയെടുത്ത് ജിന്നിന്റെ തലക്കിട്ടടിക്കുന്നു. പിന്നീട് സുന്ദരി ആന്റിയാണ് കാണിക്കുന്നത്. സുന്ദരി ആന്റി ഷോപ്പിൽ വന്നപ്പോ തന്റെയും ജിന്നിന്റെയും ഫോട്ടോ താഴെ കിടക്കുന്നത് സുന്ദരി ആന്റി കണ്ടു. സുന്ദരി ആന്റിക്ക് മനസ്സിലായി അത് തന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് മിറയുടെ അമ്മയാ എടുത്തതെന്നും കടയിൽ വന്നപ്പോ മിറയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് നഷ്ടമായതാണെന്നും. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ജിൻ ഇവിടെ തന്നെ തുടരാൻ മിറ സമ്മതിച്ചു. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ? അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.